ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കധികം സമയം കളയണ്ട, വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലപ്പോഴും പല ഈ ഹൊറർ സ്റ്റോറീസോ അല്ലെങ്കിൽ ഗോസ്റ്റ് സ്റ്റോറീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരെ അനുഭവ കഥകൾ എന്ന് പറഞ്ഞിട്ട് പല സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് സ്റ്റോറീസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ എത്രമാത്രം സത്യമാണ്, എന്തൊക്കെ അതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് കേട്ടിരിക്കുക, ഒരു രസത്തിന് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടുള്ള കുറച്ച് സ്റ്റോറീസായിട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു ഡിസ്ക്ലെയിമറായിട്ടൊരു കാര്യം പറയാം. ഇതിപ്പോൾ നമ്മൾ മറ്റേ ഫിലിമിൽ കാണുന്ന പോലെ വൈറ്റ് സാരി, അഴിഞ്ഞ മുടി, ഹൊറർ ലുക്ക്, മറ്റേ പുതുമഴയായി പാട്ട്, ആ സംഭവങ്ങളൊന്നും റിയൽ ലൈഫിൽ ഞാൻ കേട്ടില്ല കേട്ടോ. അതൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ് കേട്ടിട്ടുള്ളത്. ഇതൊക്കെ പല സമയത്തും ഓരോ ആൾക്കാരുടെ തോന്നലോ ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അവർക്ക് അതൊരു ഒരു എന്താ ഗോസ്റ്റുള്ള ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കേട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം പറയുന്നത് എൻ്റെ ഡാഡിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആട്ടോ. വലിയ എക്സ്പീരിയൻസ്, അത്ര ഭയങ്കര പേടിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് റിയൽ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും ഒരുപാട് ഹൊററൊന്നും ആയിരിക്കില്ല. ജസ്റ്റ് ചിരിച്ച് ഒരു രസത്തിന് ചിരിച്ച് കളയാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് കുട്ടി കുട്ടി കഥകളാണ് കേട്ടോ. അപ്പം തുടങ്ങാം. അപ്പോൾ എൻ്റെ ഡാഡിക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അന്ന് എൻ്റെ ഡാഡിയുടെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ അമ്മ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിരിക്കുക. അമ്മയുടെ വീടിനെ പറ്റി ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹൊറർ അറ്റ്മോസ്ഫിയറിലുള്ളൊരു വീടാണ്. അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. കാരണം നമ്മൾ സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഹൊറർ അറ്റ്മോസ്ഫിയർ. അവിടെ സ്ഥിരം താമസിക്കുന്ന ആൾക്കാർക്ക് അത് സാധാരണ സംഭവമായിരിക്കും. കാരണം ഇത് വലിയ കുറേ ഏക്കർ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലുള്ളൊരു വീടാണ്. ഈ വീട്ടിൽ നിന്ന് മേ ബി 1-2 ഏക്കർ കഴിഞ്ഞാലാണ് അടുത്ത വീടുള്ളൂ. അത്രയും ദൂരത്തിലാണ് ഓരോ വീടും കിടക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ കറണ്ട് കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര കുരിരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ് അവിടെ. പിന്നെ അതുപോലെ ചീവീടിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ആറൊഴുകുന്നുണ്ട്. അപ്പോൾ ആറൊഴുകുന്ന സൗണ്ട്, ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക്. പിന്നെ കുറച്ച് മിന്നൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. നമുക്ക് ലൈക്ക് എന്താ പറയുക, എന്തെങ്കിലും ചെറുതായിട്ട് അനങ്ങണ കാണുമ്പോൾ തന്നെ നമ്മുടെ ആപ്പീസ് പൂട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇപ്പം ഇവരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് മേ ബി 1-2 മൈൽ ദൂരം നടക്കേണ്ടി വരും. അത്രയും ദൂരത്താണ്. പക്ഷേ ആ ഒരു നടപ്പൊരു ബോറല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പകലൊക്കെ കുഴപ്പമില്ല, രാത്രി നടന്നാലേ പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ പകൽ നല്ല രസമാണ്. ഫുൾ നല്ല കാടും ഒക്കെ, കുറേ വീടുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമാണ്. നാട്ടുമ്പുറമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ആറ്റമൂലി എല്ലാവർക്കും പരിചയവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഡാഡി, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാഡി അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പം അവിടെ കുറച്ച് 4-5 ആൾക്കാരേ ഉള്ളൂ അവിടെ ബസ് ഇറങ്ങാൻ. അപ്പോൾ ആൾക്കാരിങ്ങനെ മുന്നിൽ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു പള്ളിയിലച്ഛനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഈ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. ഡാഡി ഇയാളുടെ ഒപ്പം എത്താൻ വേണ്ടി ട്രൈ ചെയ്ത് ഭയങ്കര സ്പീഡിലൊക്കെ നടക്കുകയാണ്. പക്ഷേ ഇയാളുടെ ഒപ്പം എന്ത് ചെയ്താലും എത്താൻ പറ്റണില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പം ഒരു ടേണിങ് ഉണ്ടായിരുന്നു. ആ ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അച്ഛനെ കാണാനില്ല. ഡാഡി ഓർത്ത്, ഇയാൾ ഇത്ര പെട്ടെന്ന് എവിടെ പോയി? ഇവിടെ വേറെ ഒന്ന് ചെന്ന് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും വേറെ കാണാനും ഇല്ല. അപ്പോൾ ഇയാൾ ഇത്ര പെട്ടെന്ന് എവിടെ പോയി എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാഡി വീട്ടിലെത്തി ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞത്, ഞാൻ ബസ് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഒരു അച്ഛനെ കണ്ടു. പക്ഷെ അങ്ങേരാണെങ്കിൽ ഭയങ്കര സ്പീഡ്, നിൽക്കുന്നേ ഇല്ല. എനിക്ക് ഓടിപ്പോലും എത്താൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര സ്പീഡ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവരൊക്കെ പറയണത്, ഇങ്ങനെ ഒരു അച്ഛനെ സ്ഥിരം ആൾക്കാർ കാണാറുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ അയാളെ കാണാണ്ടാവും. അതവിടെ പണ്ടെങ്ങാണ്ടും ഉണ്ടായിരുന്ന ഒരു അച്ഛനാണെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോഴായിരുന്നത്, അയ്യോ ഇത് ശരിക്കുള്ള മനുഷ്യനല്ലേ എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതൊരു എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടിട്ടുള്ള ഒരെണ്ണം, ഈ അമ്മയുടെ വീട് നമ്മളിപ്പോൾ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഇവരൊരു ലയം എന്നാണ് കേട്ടാന്ന് പറയുന്നത്. ലയത്തിലാണ് ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ മലയുടെ മുകളിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ലയം ഉള്ളത്. അപ്പോൾ അതിൻ്റെ താഴ്വാരത്തിലായിട്ട്
ഇവരൊരു വീട് പണിയാമെന്ന് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് പണിക്കാർ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പോയി വരലൊന്നും നടക്കില്ല പണിക്കാർക്ക്. അപ്പോൾ അവർ അതുകൊണ്ട് അവിടെ താമസിച്ചാണ് പണി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇവർ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് ആറ്റിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പം മോളിൽ നിന്ന്, അതായത് ഞങ്ങളുടെ വീട് അവിടെ, അന്ന് ഞാനൊന്നും ജനിച്ചിട്ടില്ല, അതിന് മുമ്പുള്ള കഥകളാണ് കേട്ടോ ഇത്. അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അവിടെ നിന്ന് നല്ല ഈണത്തിൽ രാമായണം വായിക്കുന്നത് കേൾക്കാം. നല്ല രസത്തിൽ നല്ല ടോണിൽ ഭംഗിയായിട്ട് രാമായണം വായിക്കുന്നത് കേൾക്കാം. ഒരു ലേഡിയാണ് വായിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, അയ്യോ അവിടുത്തെ ചേച്ചി എന്ത് രസമായിട്ട് രാമായണം വായിക്കണല്ലേ, കേൾക്കാൻ തന്നെ നല്ല സുഖം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ മുകളിലെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ എത്താനായപ്പോഴേക്കും ഒരാൾ അറിയാണ്ട് ചുമച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രാമായണം വായനയില്ല, ഒന്നുമില്ല. അപ്പോൾ അവരോട് അയ്യോ നമ്മൾ ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങനെ അമ്മൂമ്മേനെ കാണുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അയ്യോ ചേച്ചി ഇന്നലെ നല്ല രസം ഉണ്ടായിരുന്നിട്ട് രാമായണം വായിക്കണ കേൾക്കാൻ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളവിടെ വന്ന് ഇരുന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. വന്ന് പകുതി ആയപ്പോഴേക്കും എല്ലാം നിർത്തി പോയി. പിന്നെ കയറിയില്ല അങ്ങോട്ട്, ആ സമയത്ത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ചോദിച്ച് കയറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, ആര് രാമായണം വായിച്ചു? ചേച്ചിയല്ലേ വായിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് രാമായണം വായിക്കാമെന്നറിയില്ല, എനിക്ക് എഴുത്തും വായനയൊന്നും അറിയൊന്നുമില്ല, എനിക്ക് രാമായണം വായിക്കുമെന്നൊന്നും അറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കാരണം അവിടെയുള്ള എല്ലാവരും കേട്ടു. ഒരാളൊന്നും കേട്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരും ഒരേപോലെ കേട്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടിട്ടുള്ളൊരു സ്റ്റോറി, അത് എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. ഇങ്ങനെ എവിടെ ഞാൻ വായിച്ചതോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, വായിച്ചതോ കേട്ടതോ മറ്റാണ്. ഹോസ്റ്റലിലുള്ള സ്റ്റോറീസ്, ഹോസ്റ്റലിൽ ഇഷ്ടം പോലെ സ്റ്റോറീസ് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അതുപോലെ ഒരു ഹോസ്റ്റലിൽ 2 പെൺകുട്ടികൾ, കോളേജ് ഹോസ്റ്റലാണ്, അപ്പോൾ 2 പെൺകുട്ടികൾ താമസിക്കുക. അതിലൊരു കുട്ടി പനിയായിട്ട് വീട്ടിൽ പോയിരിക്കുക. അപ്പോൾ മറ്റേ ആൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിങ്ങനെ രാത്രിയാകുമ്പം ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഡോറിൻ്റെ പുറത്ത് എന്തോ ഒരു സംതിങ് അനങ്ങണ പോലത്തെ ഒരു ഫീലിംഗ് തോന്നി, ആരോ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ അത് ആരെങ്കിലാണെങ്കിൽ നോക്കിയത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങനെ കിടന്നു. പിന്നെ അതിന് തോന്നി ആരോ അകത്തേക്ക് കയറണ പോലെ ഒരു ഫീലിംഗ് തോന്നി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് പേടിച്ചിങ്ങനെ നോക്കിയത് ആരതിങ്ങനെ കയറണേന്ന് ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞപ്പം ഇവരുടെ അവിടെ ഒരു വെൻറ്റിലേഷൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഓപ്പണിംഗ് പോലെ ഉണ്ട്, ഈ കൊച്ചിൻ്റെ ബെഡിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഈ കൊച്ചു നോക്കുമ്പം എന്തോ ഒരു ബ്ലാക്ക് രൂപം, കണ്ണ് മാത്രം ഇങ്ങനെ കാണാം. അത് ഈ കൊച്ചിനെ തന്നെ നോക്കിയിട്ട് വെൻറ്റിലേറ്ററിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അതിനൊരു ഫീലിംഗ്. ഇതാണെങ്കിൽ പേടിച്ചിട്ട് ആരെ വിളിക്കാനും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങി ഓടാനും പേടി, എന്ത് ചെയ്യും? അത് രാവിലെ വരെ ഈ സാധനത്തിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയെന്ന്. രാവിലെ അതിന് വെളുപ്പായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിനെ കാണാനില്ല. ആ കുട്ടിക്ക് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും പനിയൊക്കെ ആയി. പിന്നെ അത് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അതായിരുന്നു അതിൻ്റെ ഫ്രണ്ടിനെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റിനെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ റൂംമേറ്റ് പറയും, ആ സെയിം എക്സ്പീരിയൻസ് എനിക്കുണ്ടായി, അങ്ങനെ അത് കണ്ട് പേടിച്ച് പനിയായിട്ടാണ് ഞാൻ വീട്ടിൽ പോയതെന്ന് ആ കൊച്ചു പറയുക. അതൊക്കെ എന്താണെന്നറിയില്ല, ബട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു സ്റ്റോറി കേട്ടിട്ടുള്ളത്, അത് ഗൾഫ് പ്രേതമാണ് കേട്ടത്. നമ്മുടെ മറ്റേ ലോക്കൽ അങ്ങനത്തെ പ്രേതമല്ല, ദുബായ് പ്രേതത്തിൻ്റെ കഥ പറയാം. അതായത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരി ഒരു ഫ്ലാറ്റിൽ താമസിച്ചു, ഷെയറിങ് ആയിട്ട് അവർ താമസിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ താമസിച്ചിരുന്നു. കൂട്ടുകാരിയുടെ പേര് സന്ധ്യ എന്നാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ അവിടെ എന്താ പറയുക, ഷെയറിങ്ങിന് അവർ താമസിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വേറെ റൂം ചേഞ്ചായി പോയി. അപ്പോൾ അതിൻ്റെ ഓണർ ആ സെയിം ഫ്ലാറ്റിൽ തന്നെ താമസിക്കുക, ഷെയറിങ് ആണ്. അപ്പം ഓണർ സെയിം ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പം അയാളുടെ വൈഫ് വരുന്നുണ്ട് നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ മാറിയത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ഓണറിൻ്റെ ബ്രദറിനെ ഒരു പ്രാവശ്യം ഇവർ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ബ്രദർ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് അവിടെ താമസിച്ചപ്പോൾ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്താ ഇപ്പം അങ്ങനെ ചോദിക്കുക എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം, ഇയാളുടെ വൈഫ് അവിടെ താമസിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം
ഈ ഇത് കിച്ചണിൽ നിൽക്കുമ്പോൾ റൂമിൽ നിൽക്കുമ്പോഴൊക്കെ മതിലൊരു എന്താ പറയുക നിഴൽ കാണുന്ന പോലെ ഒരു ലേഡിയുടെ നിഴൽ അവരിങ്ങനെ അവർ ഇങ്ങനെ എവിടെ ചെന്നാൽ റൂമിൽ ചെന്നാൽ റൂമിൽ അല്ലെങ്കിൽ മറ്റേ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ അങ്ങനെയൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഒരു നിഴൽ മാതിരി ഇങ്ങനെ കാണും. അത് കുറച്ച് നേരം നിൽക്കും, പിന്നെ അത് കാണില്ല അങ്ങനെ. എന്നിട്ട് ഇവരത് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് എൻ്റെ കൂട്ടുകാരിടത്ത് ചോദിച്ചു അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ. പക്ഷേ ഒന്ന് ആലോചിക്കും, നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു നിഴൽ കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളടിച്ചു പോകുമല്ലേ. അതിപ്പോൾ അവർ കുറച്ച് നോർത്ത് ഇന്ത്യൻ എന്താണെന്ന് തോന്നുന്നു, കുറച്ച് ധൈര്യമുള്ളവരായതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ രക്ഷപ്പെട്ടു. പക്ഷേ അല്ലായിരുന്നെങ്കിൽ ഒരു ചെറിയൊരിത് മതിയില്ലേ നമുക്ക്, എന്താ പറയുക, ഒന്നും മനസ്സൊന്നും ഇതാവാനേ ചെറിയ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് മതി അല്ലേ. അപ്പോൾ ഈ ഇത്രയും സ്റ്റോറീസാണ് കേട്ടോ ഞാൻ റിയൽ ലൈഫിൽ നടന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. വലിയ എക്സ്പീരിയൻസ് ഒന്നും അല്ല, പക്ഷേ ചെറിയ രീതിയിൽ. അതായത് ഓജോ ബോർഡ് റിലേറ്റഡ് ആണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങളും ഞാൻ, ആശ, സുനിത, ഞങ്ങൾ 3 പേരും കൂടെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത ആശയുടെ വീട്ടിൽ പോയി. ഞാനും സുനിതയും കൂടെ ആശയുടെ വീട്ടിൽ വെറുതെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് പകൽ സമയമാണ്, രാത്രിയൊന്നുമല്ല, പകൽ സമയത്ത് വെറുതെ നിലത്താണ് വെച്ചേക്കുന്നത്. വെറുതെ പേപ്പറിൽ എഴുതിയ ഒരു ഓജോ ബോർഡിൻ്റെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പേപ്പറിൽ ഉണ്ടാക്കി എഴുതി. അപ്പം എനിക്കും സുനിതയ്ക്കും എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഞങ്ങൾ ഇത് വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ നമ്മൾ വെറുതെ ചെയ്താൽ മറ്റേ എന്താ പറയുക നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഇരുട്ടുമുറി, ക്യാൻഡിൽ, അങ്ങനത്തെ ഇതൊന്നുമില്ല. വെറുതെ ഇരുന്ന് തമാശയ്ക്ക് ആശാണ് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ ആ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഈ സംഭവം വെച്ചു, കോയിൻ വെച്ചു നടുക്ക്, പിന്നെ അതിൻ്റെ മുകളിൽ പെപ്സിയുടെ ബോട്ടിലിൻ്റെ മൂടിയില്ലേ, ആ മൂടി കമത്തി വെച്ചു. കമത്തി വെച്ചിട്ട് ഇതുപോലെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. അതിന് കുറച്ച് നേരം ആയിട്ടും അനക്കൊന്നുമില്ല. അപ്പം ഞങ്ങളൊക്കെ കളിയാക്കാൻ തുടങ്ങി, ഇത് വരുമൊന്നുമില്ല ആശേ, ഇത് വെറുതെ പറയാമെന്നൊക്കെ പറഞ്ഞു. നീ വെയിറ്റ് ചെയ്യ്, കുറച്ച് ക്ഷമ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതേ പതുക്കെ ഈ കോയിനൊരു മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അത് പതുക്കെ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി. ഈ നമ്മുടെ പെപ്സി കുപ്പിയുടെ മൂടിയില്ലേ, അതിങ്ങനെ പതുക്കെ ഇങ്ങനെ റൗണ്ട് അടിക്കുക അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ വിചാരം പോകുന്നത് സുനിതയാണ് ഇതൊക്കെ ചെയ്യണത്, സുനിത വിചാരിച്ച ദിവ്യാണ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ആശ പറഞ്ഞാൽ അതാ വന്നു ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെന്തൊക്കെയോ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഓർമ്മയില്ല, ഒരുപാട് വർഷം മുമ്പാണ്. അപ്പം ഞങ്ങളെന്തൊക്കെയോ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. ഇത് ഇങ്ങനെ നീങ്ങിയിട്ട് അതിങ്ങനെ ഓരോ എന്താ ആൽഫബറ്റ്സിലോട്ടും ഒക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അത്. നമുക്ക് കോയിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ശരിക്കും അറിയണം. കോയിൻ ഇങ്ങനെ റൗണ്ട് കറങ്ങി ഇതിൻ്റെ അകത്ത് പെപ്സി മൂടി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് നമുക്ക് കോയിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതിന് നമുക്ക് ശരിക്കും അറിയാം. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അതങ്ങനെ ശരിക്കും അറിയുന്നു. എന്നിട്ട് അതിങ്ങനെ മൂവ് ചെയ്ത് ഓരോ ഇതിലേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ അതിൻ്റെ ഒപ്പം പോകുന്നില്ല. എൻ്റെ കൈ ഇങ്ങനെ തട്ടിപ്പോയി എന്ന് വെച്ചാൽ ആരും തട്ടിക്കളഞ്ഞല്ല, ബട്ട് അതിൻ്റെ ഒപ്പം നീങ്ങാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞപ്പം സുനിതയുടെ കൈ മാത്രമായി അത്. അപ്പോൾ എനിക്കും വിശ്വാസമായി സുനിതയ്ക്ക്, കാരണം ഇപ്പം ഞാനാണ് ഇത് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തെ കോയിനിട്ട് കറക്കാൻ എനിക്കറിയില്ലല്ലോ. വെറും ക്യാപ്പ് മാത്രമല്ലേ നീങ്ങുള്ളൂ. അതുപോലെ ആരാണെങ്കിലും വേറെ കൂടെയുള്ള ആര് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോയിൻ എങ്ങനെയാണ് റൊട്ടേറ്റ് ആവണത്, വെറും ക്യാപ്പല്ലേ നീങ്ങുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ കോയിൻ ഇങ്ങനെ കറങ്ങണം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. എന്നിട്ടാണ് ഈ സാധനം നീങ്ങുന്നത്. നമ്മൾ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിന് എന്തൊക്കെയോ ആൻസറൊക്കെ ഇങ്ങനെ ഓടി കിടന്ന് നമുക്കിങ്ങനെ പറഞ്ഞു. ആശയും ആശയുടെ അനിയത്തിയുണ്ട്, അവർ രണ്ടും കൂടി ഇരുന്ന് ഈ ആൻസറൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കലും ആൻസർ പറയലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോയിലോട്ട് പോയി. എൻ്റെ ദൈവമേ, അന്ന് ഞങ്ങളുടെ ഒരു ചങ്കിടിച്ചത്. ഇത് തിരിച്ച് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, വല്ല പ്രശ്നമാവില്ലേ. നമുക്കിതൊക്കെ എത്രമാത്രം അതിൻ്റെ പ്രോബ്ലം ഉണ്ട് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എട്ടും മുട്ടും തിരിയാത്തൊരു പ്രായമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നോ പറഞ്ഞു.
അപ്പോൾ സുനിത, അയ്യോ ഞങ്ങൾക്ക് എറണാകുളത്ത് പോകണം, ഞങ്ങളെ ബസ് പോകും, പ്ലീസ് ഒന്ന് പോകും. പ്രേതത്തിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുള്ള ബോധമൊന്നുമില്ല അന്ന്. പ്ലീസ് ഒന്ന് പോകും, ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അതൊരു കണക്കിന് അതിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെയുള്ള സയൻറ്റിഫിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ തോന്നലാണോ ശരിക്കുള്ളതാണോ അതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ പല ആൾക്കാരും പറയും അത് നമ്മളുടെ ഒരു എന്താ മനസ്സിൻ്റെയാണ് അങ്ങനെയൊക്കെ പറയും. അതൊന്നും അറിയത്തില്ല കേട്ടോ, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് ആകെ ഉണ്ടായിട്ടുള്ളൊരു ഹൊറർ റിലേറ്റഡ് എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതൊന്നും കേട്ടിട്ട് ആരും അത്രയ്ക്ക് അങ്ങനെ പേടിച്ചിട്ടുണ്ടാവാൻ, വേണമെങ്കിൽ ഹോസ്റ്റലിലെ കാര്യം കേട്ടപ്പോൾ ചിലപ്പോൾ കുറച്ച് പേടിച്ചിട്ടുണ്ടാവും. അതല്ലാതെ ബാക്കിയൊന്നും പേടിക്കുന്ന കഥകളായിട്ട് തോന്നിയില്ല അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കഥകളോ ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ എല്ലാവരുടെയും ഹൊറർ എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക. ഓക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തു, കുറേ ആൾക്കാർ കണ്ടു, അങ്ങനെ കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത പുതിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.